ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ വായിച്ചാലോ? സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. അതാണ് കഥയുടെ പേര്. സ്നെയിൽ ആരാണ്? ഒരു ഒച്ചാണ് അല്ലേ? ഒച്ച് മെയിൽ കൊണ്ടുവരുന്ന കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ, ഹി ബ്രിങ്സ് ദ മെയിൽ. ഇതാണ് സ്നെയിൽ, ഒച്ച്. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവരുന്നത്? മെയിൽ കൊണ്ടുവരുന്നത്. എവറി ഡേ ഹി ബ്രിങ്സ് മെയിൽ വിത്തൗട്ട് ഫെയിൽ. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. അദ്ദേഹം എല്ലാ ദിവസവും എന്ത് കൊണ്ടുവരും? മെയിൽ കൊണ്ടുവരും. ഹലോ മിസ്റ്റർ ഫോക്സ്, ഇതാ നിനക്കൊരു ബോക്സ് ഉണ്ടെന്ന്. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി. മിസ്റ്റർ സ്നെയിൽ പിന്നെ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? മിസ് ഹണി ബിയുടെ അടുത്തേക്കാണ് പോകുന്നത്. തേനീച്ച കുട്ടിയുടെ അടുത്താണ് പോയത്. ഹായ് മിസ് ഹണി ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. മിസ് ഹണി ബി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ബോക്സുകളാണ്, പെട്ടികൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. അതിനുശേഷം ആരുടെ അടുത്താണ് പോയത്? മൂങ്ങച്ചേട്ടൻ്റെ അടുത്താണ് പോയത്. മൂങ്ങച്ചേട്ടൻ്റെ അടുത്ത് പോയി എന്താ ചെയ്തത്? കുറച്ച് ബർത്ത്ഡേ കാർഡ്സ് കൊടുത്തു. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. കുറച്ച് ബർത്ത്ഡേ കാർഡ്സ് ആണ് മൂങ്ങയ്ക്ക് കൊടുത്തത്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, 10 cards ഫോർ മീ. ഓ, അത് നല്ലതാണല്ലോ. എനിക്ക് 10 കാർഡുകളുണ്ടോ? ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. പക്ഷെ നീ താമസിച്ചു പോയി, ഇന്നലെ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഓ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. സ്നെയിൽ പറയാണ് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ താമസിച്ചു പോയതുകൊണ്ടാണ് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത്. കറക്റ്റ് ദിവസം തന്നെയാണ്, അന്നേ ദിവസം തന്നെ പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും അല്ലേ? ഇപ്പോൾ താമസിച്ചു പോയി, ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, ഇന്നാണ് പറയണത് ഹാപ്പി ബർത്ത്ഡേ. അതുകൊണ്ട് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മിസ്റ്റർ സ്നെയിൽ ജോലിയെടുക്കും. ഒരു റെസ്റ്റും ഇല്ലാതെയാണ് ജോലി എടുക്കുന്നത്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. മിസ്റ്റർ സ്നെയിൽ വളരെ പയ്യാണ് പോകുന്നത്. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ, ബട്ട് ദേ ആർ ഓക്കെ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിന് മെയിലിന് വേണ്ടി കുറേ സമയം കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അവർക്ക് കുഴപ്പമില്ല, അവർ ഓക്കെയാണ്. പുവർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അതാരാണ് പറയണത്? ഒരു ലേഡി ബഗാണിത് പറയണത്. ലേഡി ബഗ് എന്താ പറയണേ? പുവർ സ്നെയിൽ, ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അവൻ പാവം സ്നെയിൽ, അവൻ്റെ പരമാവധി ചെയ്യാവുന്നത് ചെയ്യുന്നുണ്ട്. വൺ ഫൈൻ ഡേ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വാക്ക്. ഒരു നല്ലൊരു ദിവസം മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യാണ്? അവൻ്റെ ജോലി തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് പറ്റി മിസ്റ്റർ സ്നെയിലിന്? ഹി വാക്സ് ആൻഡ് വാക്സ് എലോങ് ദ റോഡ്. അവൻ എന്ത് ചെയ്തു? നടക്കുകയാണ് റോഡിൽ കൂടെ അല്ലേ? ഈ മെയിലുകളും കൊണ്ട് നടക്കുകയാണ് ഓരോ ആൾക്കാർക്ക് കൊടുക്കാൻ. സൂൺ ദ സ്കൈ ടേൺസ് ഡാർക്ക്. പെട്ടെന്ന് എന്ത് പറ്റി? ആകാശം ഇരുണ്ടു. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങി. ദ കോൾഡ് വിൻഡ് ബ്ലോസ്. തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. റോഡുകളൊക്കെ വെള്ളപ്പൊക്കമായി. ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഇല്ല, ഞാനിതിൽ താമസിക്കാൻ പാടില്ല, ഞാനിതിൽ നിർത്തിവെക്കാൻ പാടില്ല. മഴ പെയ്താലും എന്ത് വന്നാലും ഞാൻ പോകണം. ദ റോഡ്സ് ആർ ബാഡ്, ദ സ്നെയിൽ ഈസ് സോ സാഡ്. ആ റോഡുകളൊക്കെ വളരെ മോശമാണ്. സ്നെയിൽ അപ്പം എന്ത് പറ്റി? സങ്കടപ്പെട്ടു. ഹൗ വിൽ ഐ ഗോ? സ്നെയിൽ ചോദിക്കുകയാണ്, ഹൗ വിൽ ഐ ഗോ? ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ? നിനക്ക് നീന്താൻ അറിയാവോന്ന്. ആരാ ചോദിക്കണേ? ഫ്രോഗ്, തവളക്കുട്ടൻ ചോദിക്കുകയാണ്, നിനക്ക് നീന്താൻ അറിയാവോന്ന്. അപ്പോൾ എന്ത് പറ്റി? മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. അപ്പോഴാണ് മിസ്റ്റർ സ്നെയിൽ എന്ത് കാണുന്നത്? ഒരു ട്രാക്ടർ കാണുന്നത്. ഇറ്റ്സ് ഫോർ സെയിൽ. അത് വിൽക്കാൻ വേണ്ടിയുള്ള ട്രാക്ടറാണ്. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഞാൻ ഈ ട്രാക്ടർ വാങ്ങിക്കണം. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. അത് കൊണ്ട് എനിക്ക് എളുപ്പത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ഹീ ബൈസ് എ ട്രാക്ടർ, ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. അവൻ എന്ത് ചെയ്തു? സ്നെയിൽ ട്രാക്ടർ വാങ്ങിച്ചു. ഇപ്പം അവൻ എങ്ങനെ പോകാം? ഇപ്പം അവന് വളരെ വേഗത്തിൽ പോവാം. ഇറ്റ് മേക്സ് ഇറ്റ് മൂവ് ഫാസ്റ്റർ. വേഗത്തിൽ പോവാൻ സാധിക്കും. ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. നോക്കൂ എങ്ങനെയാണ് മിസ്റ്റർ സ്നെയിൽ ഇപ്പോൾ പോകുന്നതെന്ന്. ആരാ അത് പറയണത്? ഫോക്സ് ആണത് പറയണത്. ഹൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. ഇപ്പോൾ അവൻ്റെ മെയിലുകളൊക്കെ കറക്റ്റ് സമയത്താണ് വരണത്. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് ദ സ്നെയിൽ?
അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇനി ഹണി ബി എന്താണ് പറയണത് ഈ ഔളുകുട്ടനോട് ഹണി ബി എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയണത്? ഹായ് മിസ്റ്റർ ഔൾ, ഹൂസ് ലെറ്റർ ഈസ് ദിസ്? അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കണതല്ലേ, ഇത് ആരുടെ ലെറ്റർ ആണെന്ന്. അപ്പോൾ ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആൻറ്റ്. ഇതെൻ്റെ ആൻറ്റിയുടെ ലെറ്റർ ആണെന്നാണ് ഔളുകുട്ടൻ പറയണത്. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. പൂപ്പയുടെ ബുക്ക് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ വായിച്ചത് ബട്ടർഫ്ലൈയിലത്തെ കഥയാണ്. ഇനി നമുക്ക് പൂപ്പയിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റീസിൽ ആദ്യം വരുന്നത് എന്താണെന്ന് നോക്കാം. സ്നെയിൽ വാസ് ഓൺ ഹിസ് ഡ്യൂട്ടി. സ്നെയിൽ അവൻ്റെ ജോലിയിലാണ്. എന്താണ് ചെയ്യണത്? ഓ, വേർ ഈസ് ദ ലെറ്റർ ടു ഹണി ബി? അയ്യോ, ഒരു ലെറ്റർ മിസ്സിങ് ആണ്. ഹണി ബിയുടെ ലെറ്റർ എവിടെ പോയി? ഹി ഫൗണ്ട് എ ലെറ്റർ മിസ്സിങ്. ഹണി ബിയുടെ ലെറ്റർ മിസ്സിങ് ആണെന്നാണ് സ്നെയിൽ പറയണത്. ആ ലെറ്റർ എവിടെ പോയി? സ്നെയിൽ അന്വേഷിക്കുകയാണ്. ഡിഡ് യു സീ മൈ മെയിൽ? ഫോക്സിനോട് ചോദിക്കുകയാണ്. മിസ്റ്റർ ഫോക്സിനോടാണ് ആദ്യം പോയി ചോദിക്കുന്നത്. ഡിഡ് യു സീ മൈ മെയിൽ? നിങ്ങൾ എൻ്റെ മെയിൽ കണ്ടോ? നോ, ഐ ഡിഡ് നോട്ട് സീ യുവർ മെയിൽ. ഫോക്സ് പറയാണ്, ഞാൻ നിൻ്റെ മെയിലൊന്നും കണ്ടില്ല. യുവർ മെയിൽ ഈസ് ഇൻ ദ പോണ്ട്. അതാരാ പറയണത്? അതുവഴി ആരാണ് വന്നതെന്ന്? ഒരു ഹണീബി വന്നു. നമ്മുടെ മിസ് ഹണീബി ഉണ്ടല്ലോ, മിസ് ഹണീബി ആ വഴി വന്നു. അപ്പോൾ പറയാണ്, നിൻ്റെ മെയിൽ ആ കുളത്തിൻ്റെ അവിടെ കിടക്കുന്നുണ്ടെന്ന്. പാവം സ്നെയിലല്ലേ, കുളത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണിനി. വേർ ഇസ് ദ പോണ്ട്? അപ്പോൾ കുളത്തിൻ്റെ അങ്ങോട്ട് വഴി അറിയില്ല. വഴിയിൽ വെച്ച് ആരെ കാണും? മൂങ്ങയെ കാണും, മിസ്റ്റർ ഔളിനെ കാണും. അപ്പോൾ ഔളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വേർ ഇസ് ദ പോണ്ട്? അപ്പോൾ ഈ വേർ ഇസ് ദ പോണ്ടിന് പകരം നമുക്ക് വേണമെങ്കിൽ ഡു യു നോ ദ പോണ്ട് എന്നോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് വേർ ഇസ് ദ പോണ്ട് എന്നാണ്. ദ പോണ്ട് ഈസ് നിയർ ദി ഹൗസ് ഓഫ് ദ ഫ്രോഗ്. ആരുടെ വീടിനടുത്താണ് പോണ്ടുള്ളത്? ഫ്രോഗിൻ്റെ വീടിൻ്റെ അടുത്താണ് പോണ്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ അടുത്ത പേജിൽ ചിത്രം കൊടുത്തിരിക്കുന്നത് ഹിയർ ഈസ് യുവർ മെയിൽ. മിസ്റ്റർ ഫ്രോഗ് നല്ലവനാണ് കേട്ടോ. അവൻ ആ മെയിൽ എടുത്തിട്ട് സ്നെയിലിന് കൊടുത്തു. ഹിയർ ഈസ് യുവർ മെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താങ്ക് യു മിസ്റ്റർ ഫ്രോഗ് എന്ന് സ്നെയിൽ പറയും. ഇനി നെക്സ്റ്റ് വരണത് ആക്ടിവിറ്റി 18 ആണ്. വൺ ഡേ ദ ഫോക്സ് റിസീവ്ഡ് എ ബർത്ത്ഡേ കാർഡ്. ഹൗ വിൽ ബി ദാറ്റ് കാർഡ്? ഒരു ദിവസം ഫോക്സിന് ഒരു ബർത്ത്ഡേ കാർഡ് കിട്ടി. ആ കാർഡ് എങ്ങനെയായിരിക്കും? പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ മിസ്റ്റർ ഫോക്സ്. നമ്മളോട് ഇനി ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് അത് ഭംഗിയാക്കാം. അതിനകത്ത് എഴുതാനുള്ളത് മാത്രമാണ് ഞാൻ 2 ടൈപ്പിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഡിയർ മിസ്റ്റർ ഫോക്സ്, ടുഡേ ഈസ് യുവർ സ്പെഷ്യൽ ഡേ. ഡിയർ മിസ്റ്റർ, പ്രിയപ്പെട്ട കുറുക്കച്ച, ഇന്ന് നിൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നിൻ്റെ പ്രത്യേകതയുള്ള ദിവസമാണ്, സ്പെഷ്യൽ ഡേ ആണ്. വി ഹോപ്പ് യു സ്മൈൽ, ലാഫ് ആൻഡ് പ്ലേ. യു ആർ ക്ലെവർ, കൈൻഡ് ആൻഡ് കൂൾ. യു ആർ ദ ബെസ്റ്റ് ഫോക്സ് എവർ. ലവിങ്ലി നെയിം. അതാണ് ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് വേറൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഡിയർ മിസ്റ്റർ ഫോക്സ്, അനദർ അഡ്വെഞ്ചർ ഫിൽഡ് ഇയേഴ്സ് awaits you, wishing you happy birthday, may God bless you. ഇത് രണ്ടാമത്തെ മോഡലാണ്. ഇനി ഏറ്റവും സിമ്പിളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, cheers to another year, have a fantastic birthday. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ആക്ടിവിറ്റി 19 ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സർക്കിൾ ഇറ്റ്. ഓഡ് വൺ ഏതാണെന്ന് നോക്കുക, എന്നിട്ട് സർക്കിൾ ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഗോട്ട്, കൗ, റാബിറ്റ്, ടൈഗർ. ഇതിനകത്ത് ടൈഗറാണ് ഔട്ടായിട്ടുള്ളത്. ടൈഗർ വൈൽഡ് അനിമലാണ്, ബാക്കിയൊക്കെ ഡൊമസ്റ്റിക് അനിമൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫിഷ്, ഫ്രോഗ്, ഡക്ക് ആൻഡ് മാക്കോ. ഇതിനകത്ത് മാക്കോ ആണ് ഔട്ട്, ഓഡ് വൺ ആയിട്ടുള്ളത്. ബാക്കി 3 പേരും വാട്ടറിൽ ഇറങ്ങാറും ജീവിക്കാറും ഒക്കെ ഉള്ളതാണ്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹണി ബി, ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ. ഇതിനകത്ത് ആൻഡ് മാത്രമാണ് പറക്കാത്ത ആൾ, ബാക്കി 3 പേര് പറക്കും. നെക്സ്റ്റിൽ ഒരു ഫോക്സ്, ഒരു പപ്പി, ഒരു ക്യാറ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചിക്കുണ്ട്. ചിക്കാണ് ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ചിക്ക് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.